ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖാതെ വിശ്വസിക്കുന്ന വീട്ടിലിരിക്കുക, സേഫായിട്ടിരിക്കുക, അത്യാവശ്യത്തിന് മാത്രം പുറത്തു പോകാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ മാസ്ക് ആണ്. നമ്മൾ ഷാമ്പു പോലത്തെ ഒരു ഹെയർ മാസ്ക്, നമ്മൾ ഷാമ്പു അതിൽ യൂസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു ഹെയർ മാസ്ക് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോൾ കോവിഡായ സ്ഥിതിക്ക് കുറേ പേർക്ക് ഇങ്ങനെ ഷാമ്പു അങ്ങനെ വാങ്ങാനൊന്നും സാധിക്കില്ല. അതുപോലെ തന്നെ ഒരുപാട് ഷാമ്പു വാങ്ങിയവർ മുടി കുറേ സ്പ്ലിറ്റ്നെസ്, മുടി കൊഴിയുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് നാച്ചുറലായിട്ടൊരു ഷാമ്പു മാസ്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഞാനിത് ചെയ്യാറില്ല, ഞാൻ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ മുടി വളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള മുടി, ഇപ്പോൾ നമ്മുടെ ഹെയറിലുള്ള മുടി തിക്നെസ് വരുത്തുക, അല്ലെങ്കിൽ അതിന് മുടി കൊഴിച്ചിൽ, സ്പ്ലിറ്റൊക്കെ ഇപ്പോൾ നമ്മുടെ ഹെയറൊക്കെ മറ്റേ സ്പ്ലിറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മാസ്ക് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവണ ഇൻഗ്രീഡിയൻസിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 2 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഞാൻ എക്സ്ട്രാ 2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം, ഞാൻ ഓൾറെഡി അത് ചെയ്യുമ്പോൾ ഞാൻ പറയാം. 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് ശരിക്കും ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര നമ്മുടെ നാച്ചുറലാണ്, നമുക്ക് ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മൾ ഇങ്ങനെ ഈസി ആയിട്ട് എടുത്ത് വെക്കണമെങ്കിൽ എടുത്ത് വെക്കാം. പക്ഷേ അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഹെയറിൽ ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മുടെ ഹെയറിൽ സ്പ്ലിറ്റ്നെസ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹെയറിൽ സ്പ്ലിറ്റ്നെസ്സൊക്കെ തടയാനും കുറയാനും മുടി കൊഴിച്ചിലൊക്കെ കുറയാനുള്ള ഒരു ഹെയർ മാസ്കാണ്. മുടി വളരും, നമ്മുടെ മുടി കൊഴിച്ചിൽ താരനെല്ലാം പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെയർ വളരും. നമ്മുടെ മുടി നമ്മൾ നല്ല സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. ഞാൻ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ ഇങ്ങനെ ഇരിക്കുന്നത്. ഷാമ്പൂ ഒന്നും ചെയ്തിട്ടില്ല. ഷാമ്പൂ ചെയ്യാണ്ട് തന്നെ നമ്മുടെ ഹെയർ ഇതുപോലെ നല്ല ഭംഗിയിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറയണ പോലെ ഇട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. യൂസ്ഫുള്ളാണ്, നല്ല റിസൾട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു ഫസ്റ്റ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യവേപ്പിൻ്റെ ഇലയാണ്. ആര്യവേപ്പിൻ്റെ ഇലയുടെ ഗുണങ്ങളൊക്കെ കുറേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാൻ പറയാം. നമ്മുടെ ഹെയറിൽ നല്ലൊരു ഷൈനിങ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കറുത്തിരിക്കാനും വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഈ മരം ഇരിക്കുന്നത് നല്ലതാട്ടോ, നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് ഹെയറിൽ മാത്രമല്ല നമ്മുടെ ഫേസിലും നമ്മുടെ കഴിക്കുവാനും നല്ലതാണെന്നാണ് പറയണത്. പല രോഗങ്ങൾക്കും നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും വേണം, ഇത് സ്കിപ്പ് ചെയ്തിരിക്കോ, ഇത് ഓപ്ഷണലല്ല. അപ്പോൾ ഈ ഒരു ഇല നിങ്ങൾ യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ ഹെയർ കറക്കാനും അതുപോലെ തന്നെ ചിലപ്പോൾ മുടിക്കൊഴിച്ചിലൊക്കെ തടയാനും നല്ലത് തന്നെയാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ കറുത്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് മസ്റ്റാണ്, നിങ്ങളിത് സ്കിപ്പ് ചെയ്തിരിക്കോ. നെക്സ്റ്റ് എടുക്കുന്നത് ആലോവേറയാണ്. ആലോവേറ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതൊരു ഓപ്ഷണലാണ്. എങ്കിൽ ആലോവേറ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മുടിക്കൊഴിച്ചിലൊക്കെ തടയാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇലയാണ്. ഇതിൻ്റെ ജെല്ല് നമ്മുടെ ഹെയറിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫേസിലാണെങ്കിലും കഴിക്കണമെന്നും നല്ലതാണെന്ന് പറയണ കേട്ടിട്ടുണ്ട്. പറയുന്നത് കേട്ടില്ല, ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്, നല്ലൊരു ക്ലെൻസിങ് പോലെ. അപ്പോൾ ഇതൊരു ഓപ്ഷണൽ വേണം എന്നില്ല. നെക്സ്റ്റ് ഞാനിവിടെ എടുക്കുന്നത് തുളസിയാണ്. തുളസിയും ഒരു ഓപ്ഷണൽ തന്നെയാണ്, പക്ഷെ തുളസി ഉള്ളത് നല്ലതാണ്. നമ്മുടെ ഹെയറിൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ആൻറ്റി ബാക്ടീരിയ, ആൻറ്റി ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഈ തുളസി നമ്മൾ പറ്റുമ്പോൾ നമ്മുടെ ഹെയറിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊരു ഓപ്ഷണലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ടയുടെ ഗുണങ്ങൾ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹെയർ കണ്ടീഷണർ, ഒരു ഷാമ്പു ഇതൊരു ഫീൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട യൂസ് ചെയ്തേ പറ്റൂ. എഗ് വൈറ്റ് വേണം, എഗ് വൈറ്റ് മാത്രമല്ല എല്ലാവരും ഇതിൽ ചേർത്തണം. അപ്പോൾ മുട്ട ആവശ്യമാണ്. ഞാൻ നാടൻ മുട്ടയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ എടുക്കുക. മുട്ട എന്തായാലും മസ്റ്റായിട്ട് വേണം കേട്ടോ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ജാറിൽ അരച്ചെടുക്കുക. മുട്ട ഇപ്പോഴല്ല യൂസ് ചെയ്യേണ്ടേ, നമ്മൾ ജാറിൽ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് മുട്ട അതിൽ കൂടിയിട്ട് മിക്സ് ചെയ്യുക. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ മുട്ട എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്മെൽ ഇഷ്ടം ഇല്ല എങ്കിൽ തുളസി കൂടുതൽ എടുക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്.
ഞാനിനി മുട്ടയുടെ വെള്ളം മിക്സ് ചെയ്യണ വീഡിയോ പോയി അറിയില്ല, ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മെമ്മറി ഫുള്ളായപ്പോൾ അത് ഓഫായി തോന്നുന്നു. ലാപ്പിലിട്ട് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ മുട്ടയും കൂടി മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്, നമ്മൾ ഹെയറിൽ ഓയിൽ മസാജിങ് ഒക്കെ ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഓയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അലോവേറ ജെല്ലെടുത്തിട്ട് ഇതുപോലെ കോക്കനട്ട് ഓയിലും ചേർത്തിട്ട് ഞാൻ ഓയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ ഓയിൽ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ 2 ടീസ്പൂൺ ചെയ്യും. പിന്നെ അത് 1 ടീസ്പൂൺ ആവണക്കെണ്ണയും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് അത് ഡബിൾ ബോഡി നമ്മൾ ചെയ്യാണ്. ഡബിൾ ബോഡി ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെയറിൽ ജടയൊക്കെ കളഞ്ഞിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ സ്കാർപ്പിൽ എല്ലായിടത്തൊക്കെ മസാജ് ചെയ്തിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കിയ മാസ്ക് എല്ലായിടത്തും ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാർപ്പിലും ഹെയറിലും എല്ലായിടത്തും മാക്സിമം ഒരു 20 മിനിറ്റ്സ് വെക്കുക, അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ വെക്കുക. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഹെയർ. താഴെ അത്ര ഉണങ്ങിയിട്ടില്ല, എന്നാലും ഞാൻ കുറച്ച് 2 അവർ കഴിഞ്ഞിട്ടുള്ള പിക്കൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ എന്താ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഷാമ്പു യൂസ് ചെയ്തിട്ടില്ല, ഈ ഒരു മാസ്ക് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ തന്നെയാണ്. പിന്നെന്താ, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.